മലയാളികളുടെ ഗ്രഹാതുരമായ ഓർമ്മകളിൽ ഏറ്റവും പ്രധാനം ഓണം തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മലയാളി ചെന്നാലും അവിടെ ഓണം ആഘോഷിക്കാതിരിക്കത്തില്ല. ഇപ്പോൾ വിദേശങ്ങളിലാണ് ഓണം കൂടുതൽ. ഒരു മാസം മുമ്പേ വിദേശങ്ങളിലെല്ലാം തന്നെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെക്കാൾ കൂടുതൽ ഓണം അവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓണം എന്തൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. പലപ്പോഴും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട് കുട്ടനാട്ടിലാണ്. അവിടെ പലപ്പോഴും ഒരു നെൽവയലിൻ്റെ കൃഷിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ അവധിക്ക് 10 ദിവസം ഈ ഓണത്തിനൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അവിടെ ആയിരുന്നു ഓണം, കുട്ടനാട്ടിലായിരുന്നു ഓണമൊക്കെ. പഴയ കാലത്ത് ഫാദറും മദറൊക്കെ അന്ന് അവിടെ കൊണ്ടുപോയി സെലിബ്രേറ്റ് ചെയ്തിരുന്നു. 10 ദിവസം സ്കൂൾ അടച്ചാൽ അവിടെ പോകാമായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെറിയ ഉത്സവങ്ങൾ ഒക്കെ നടക്കുന്ന സമയം കൂടെയാണ്. ആ സമയത്ത് കൊയ്ത്തുമതിയെ കഴിഞ്ഞ് ഒരു 2 തവണ നമ്മൾ ഈ നെൽവയൽ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ശരിക്കും പറഞ്ഞാൽ ഓണം. കഠിനമായ കർഷക കുടുംബത്തിലൊക്കെ ആയിരിക്കുമ്പോൾ അവർ ആ കൃഷിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കറ്റയൊക്കെ മിതിച്ച് അല്ലെങ്കിൽ നെൽവയലുകളൊക്കെ നെല്ലുകളൊക്കെ വേർതിരിച്ച് അത് തുറുവിടുക എന്ന് പറയും. കച്ചിയൊക്കെ കൂട്ടി അത് കുട്ടനാട്ടിൽ നിന്ന് കാളവണ്ടിയിലൊക്കെ കൊണ്ടുവന്ന്, കുട്ടനാട്ടിലെ പാടങ്ങൾ ഞങ്ങൾക്ക് 8 പറ പാടമൊക്കെ അമ്മയുടെ വീട്ടുകാർക്കുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം അത് വെള്ളത്തിലൊക്കെ കയറ്റി അത് കുട്ടനാടിൻ്റെ തീരങ്ങളിലൂടെ അത് കരയ്ക്ക് കൊണ്ടുവന്ന് ചാക്കുകളാക്കി അതിൻ്റെ വയലും വൈക്കോല് വേർതിരിച്ച് ഒക്കെ കൊണ്ടുവന്ന് തുറുവിട്ട് എല്ലാം കഠിനമായ ജോലികളാണ്. പിന്നെ അവസാനം ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ വന്നിരുന്നത് അത് അടിച്ച് അതിൻ്റെ നെല്ലുകൾ മാറ്റി അതിനെ പുഴുങ്ങി അരിയാക്കി, ഇങ്ങനെ ഭയങ്കര കഠിനമായ ജോലിയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓണം വരുന്നത്. ഓണം ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊയ്ത്തുത്സവം എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. മഹാബലിയുമായിട്ടൊക്കെ അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ കഠിനമായി അധ്വാനിച്ചു കഴിഞ്ഞാൽ അവനൊരു റിലാക്സേഷൻ ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യയിൽ 365 ദിവസവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളും കിടന്നു. ഈ ഉത്സവങ്ങളൊക്കെ മനുഷ്യന് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഉത്സവങ്ങൾ ഇടയ്ക്കിടയ്ക്കും പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരു ഹൃദയത്തിന് ചെറിയൊരു റിലാക്സേഷനൊക്കെ ആവശ്യമാണ്. നല്ല കഠിനമായി അധ്വാനിച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കഠിനമായി അധ്വാനിച്ചതിന് ശേഷമാണ് ഓണം ആഘോഷിക്കുന്നത് ചോദിച്ചാൽ ആണെന്ന് ചോദിച്ചാൽ അല്ല. ശരിക്കും പറഞ്ഞാൽ കഠിനമായ ഒരു അധ്വാനത്തിന് ശേഷം വരുന്നതൊക്കെയാണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മൾ വിവിധ സ്റ്റേറ്റുകൾ എടുത്താലുണ്ട്. കർണാടകത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദസറ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പൊങ്കൽ, തമിഴ്നാട്ടിൽ പോയാൽ പൊങ്കലുണ്ട്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടെ ഹോളിയുണ്ട്. വിദേശങ്ങളിൽ പോയാൽ തക്കാളി ഉത്സവം, അങ്ങനെയൊക്കെ പറഞ്ഞ് യൂറോപ്പിലൊക്കെ പല ഉത്സവങ്ങളും ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. റിലീജിയനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നുള്ളൂ. മനുഷ്യന് റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങൾ. നമ്മൾ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്കൊരു ഓണത്തിൻ്റെ മൂഡ് വരുന്നു. മനുഷ്യനെന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ സങ്കടവും സന്താപവും ഒക്കെ മാറി മാറി വരുന്നു. രാവും പകലും പോലെ പലതും മാറി മാറി വരുന്നു. ഒരു സന്തോഷിക്കാനുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കാരണവന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ മതിമറന്ന് ആഘോഷിക്കുക. അന്നത്തെ സമയത്ത് ഒന്നുമില്ലാത്ത സമയത്ത് എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം കിട്ടാനൊക്കെ ഓണം, അവർക്ക് സമ്പത്തിൻ്റെയൊക്കെ ഈക്വൽ വിഭജനത്തിനൊക്കെ ഈ ഓണം സഹായിച്ചിരുന്നു. നമുക്കിതിനെ സമൃദ്ധിയുടെ ഉത്സവമാണ്. നമുക്കും സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഉത്രാട ദിനാശംസകളും തിരുവോണാശംസകളും അറിയിക്കുന്നു. എല്ലാവരും ഇതിനെ തിമിർത്താഘോഷിക്കുക.